ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എവിടെയാണെന്നില്ലേ? യെസ്, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ്. ഇന്ന് നമ്മളൊരു മട്ടൺ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഗ്യാസ് കത്തിച്ചു, കുക്കർ വെച്ചു, അതിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പട്ട, ഏലക്ക, ഗ്രാമ്പ് ഇലകൾ അങ്ങോട്ട് ഇടുകയാണ് കേട്ടല്ലോ. നമ്മുടെ സ്പൈസസ് അങ്ങോട്ട് ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്യിപ്പിക്കുകയാണ്, കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് അങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് കേട്ടല്ലോ. നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് അതിലോട്ട് തട്ടുകയാണ്. സവാള തട്ടി നല്ല രീതിയിൽ കിണ്ടി കൊടുത്തതിന് ശേഷം നമ്മൾ കരിവേപ്പില അതിൽ കൂടെ തട്ടുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ അതിലിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്യിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ അങ്ങോട്ട് ഇടുകയാണ്. മട്ടൺ ഞങ്ങൾ 3/4 കിലോയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3/4 കിലോ മട്ടനാണ് വയ്ക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ച് നമ്മുടെ വിജയമ്മ സ്റ്റൈലിൽ അങ്ങോട്ട് വിസിൽ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ 4 വിസിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 4 വിസിലാണ് ഈ മട്ടൺ സ്റ്റൂവിന് വേണ്ടി നമ്മൾ അടുപ്പിക്കുന്നത് തുടക്കത്തിൽ. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞു, 3ാമത്തെ വിസിലുമായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ 4 വിസിൽ നല്ല രീതിയിൽ കേൾപ്പിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മട്ടൺ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല കുക്ക്ഡാണ്. നല്ല ആവി അടിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ വണ്ണം കാണിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് തട്ടുകയാണ് അതിൽ. എന്നിട്ട് ക്യാരറ്റും അങ്ങോട്ട് തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കണം. കുക്കറിനെ വീണ്ടും നമ്മൾ അടച്ച് വെച്ച് 1 വിസിലിന് വേണ്ടി കാത്തിരിക്കണം. ആദ്യം ഇവിടെ നമ്മൾ 1ാം പാലും 2ാം പാലും നമ്മൾ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ 3-4 പീസ് ഉരുളക്കിഴങ്ങ് ഇത് നമ്മൾ പുറത്തെടുക്കുകയാണ്. എന്തിനെന്ന് വെച്ചാൽ ഇത്തിരി സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ എടുത്ത് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല കട്ടിക്ക് കുറുകി കിട്ടും. ഇതുപോലെ നമ്മൾ വെക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസിൽ ഉരുളി എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ഉരുളി വെച്ചതിന് ശേഷം നമ്മൾ ആൾറെഡി കുക്ക് ചെയ്ത മട്ടൻ എല്ലാം എടുത്ത് നമ്മൾ ഉരുളിയിൽ അങ്ങോട്ട് തട്ടുകയാണ്. എന്നിട്ട് 2ാം പാൽ നമ്മൾ അതിൽ കൂടെ ഒഴിക്കുകയാണ്, കണ്ടില്ലേ. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്മാഷ് ചെയ്ത പൊട്ടേറ്റോ അതിൽ കൂടെ തട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ കലക്കിയിട്ട് നമ്മൾ ഗരം മസാല അതിൽ കൂടെ തട്ടുകയാണ് കേട്ടോ. ഗരം മസാല ഇട്ടതിന് ശേഷം പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളക് അതിൽ കൂടെ വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിളയ്ക്കാൻ, അതായത് കുറച്ച് നേരം നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം 1ാം പാൽ അതിൽ കൂടെ ഒഴിക്കണം, കണ്ടില്ലേ. 1ാം പാൽ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കുറുകി കിട്ടും. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അത് നമ്മൾ നമ്മുടെ ബൗളിലോട്ട് സെർവ് ചെയ്യുകയാണ്, ഡൈനിങ് ടേബിളിലോട്ട് വെക്കാൻ വേണ്ടി. ഞാനപ്പോൾ കഴിച്ച് നോക്കി, ഇത് വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ്.